ബി.ജെ.പിക്ക് വോട്ട് ചെയ്തതിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുകൾ ഇട്ടതിന് തൊട്ടുപിറകെ ബീഹാറിൽ ബങ്കിപ്പൂരിൽ സംഭവിച്ചത് നോക്കൂ. ബി.ജെ.പി എന്ന ഘടാഘടൻ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ജയിച്ച മണ്ഡലത്തിൽ അദ്ദേഹം രാജിവെച്ചതിന്റെ ഒഴിവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി തോറ്റു തുന്നം പാടിയിരിക്കുന്നു. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ മുൻപ് ജയിച്ചതും അദ്ദേഹം രാജിവെച്ച ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതുമായ ബങ്കിപ്പൂർ കഴിഞ്ഞ 30 വർഷമായി പാർട്ടി കുത്തകയാക്കി വെച്ചിരുന്ന അജയ്യമായ കോട്ടയായിരുന്നു. 2006 വരെ അദ്ദേഹത്തിന്റെ പിതാവും പിന്നീട് നിതിൻ നബീനും പ്രതിനിധീകരിച്ച കഴിഞ്ഞ തവണ മാത്രം 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ ഈ മണ്ഡലമാണ് പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി 19,234 വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തത്. സ്വന്തം അവകാശങ്ങൾക്കായി സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ AK-47 തോക്കുകൾ ചൂണ്ടി ഭയപ്പെടുത്താൻ നോക്കിയ ബി.ജെ.പി ഭരണകൂടത്തിന് ജനങ്ങൾ ജനാധിപത്യപരമായി നൽകിയ കടുത്ത പ്രഹരമായിരുന്നു ഈ ജനവിധി. തോൽവിക്ക് ശേഷം 3 നിയമസഭാ മണ്ഡലങ്ങളിലെ ജനവിധി മാനിക്കുന്നുവെന്നും പാർട്ടി ആത്മപരിശോധന നടത്തുമെന്നും കൂടുതൽ ഊർജത്തോടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ നിതിൻ നബീൻ പ്രതികരിച്ചെങ്കിലും ബി.ജെ.പിയുടെ രാഷ്ട്രീയ കാപട്യം തിരിച്ചറിഞ്ഞ ജനങ്ങൾക്കിടയിലേക്ക് ഇനി എങ്ങനെ തിരികെ വരുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇൻസ്റ്റഗ്രാം മടക്കി വാഴുന്ന ജൻസി തലമുറയുടെ പ്രതിഷേധം കണ്ടു ഭയന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റായ്ക്ക് രാമാനം ലൈവ് വീഡിയോയുമായി വരേണ്ടി വന്നെങ്കിലും ബങ്കിപ്പൂരിൽ സ്വന്തം പാർട്ടിയെയും അധ്യക്ഷന്റെ അഭിമാനത്തെയും രക്ഷിക്കാൻ ആ പ്രഭാഷണങ്ങൾക്കൊന്നും സാധിച്ചില്ല. പ്രതിപക്ഷ പാർട്ടികളിലെ ഏതെങ്കിലും ദേശീയ അധ്യക്ഷന്റെ മണ്ഡലത്തിലാണ് ഇത്തരമൊരു നാണം കെട്ട തോൽവി സംഭവിച്ചിരുന്നെങ്കിൽ രാജ്യത്തെ ഗോദി മീഡിയകൾ അത് ദിവസങ്ങളോളം ആഘോഷിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ബി.ജെ.പി അധ്യക്ഷന് സംഭവിച്ച ഈ ദാരുണ പരാജയത്തിന് മുന്നിൽ അവർ നിശബ്ദത പാലിക്കുകയാണ്. ബങ്കിപ്പൂരിലെ തോൽവി മാത്രമല്ല, ബി.ജെ.പിയുടെ പരമ്പരാഗത കോട്ടകളിൽ പോലും ഇളക്കങ്ങൾ സംഭവിച്ചു തുടങ്ങിയതിന്റെ തെളിവാണ് മോദിയുടെ സ്വന്തം തട്ടകമായ ഗുജറാത്തിൽ കണ്ടത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗുജറാത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. മുൻപ് ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ 1/3 താഴേക്ക് വോട്ടുകൾ കുത്തനെയിടിഞ്ഞപ്പോൾ ഈ ജയം യഥാർത്ഥത്തിൽ ഒരു തോൽവിക്ക് തുല്യമായി മാറി. അതേസമയം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാരും കടുത്ത ഭരണവിരുദ്ധ വികാരത്തെ അഭിമുഖീകരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് നിരത്തിലിറങ്ങിയ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും കോപം രാജ്യത്തുടനീളം രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയതിനൊപ്പം അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന സംഭാവനക്കൊള്ളയും അഴിമതി ആരോപണങ്ങളും ബി.ജെ.പിയെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. അയോധ്യ വിഷയം പ്രതിപക്ഷം പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ ആയുധമാക്കി കഴിഞ്ഞു. അടുത്ത വർഷം ആദ്യത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിൽ യോഗി സർക്കാരിന് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടുകയാണ്. അച്ഛേ ദിൻ ആനെ വാലെ ഹേ, ഡബിൾ എഞ്ചിൻ വികസനം തുടങ്ങിയ പൊള്ളയായ മുദ്രാവാക്യങ്ങളും വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് റാലികളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിച്ചിരുന്ന ഹിന്ദു സ്വത്ത് പങ്കുവെക്കൽ, മുസ്ലിം പ്രീണനം തുടങ്ങിയ വ്യാജ കഥകളും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പോരാതെ വരും. അധികാരഗർവിൽ ജനവികാരത്തെയും യുവാക്കളുടെ ഭാവിയെയും വില കുറച്ചു കണ്ട ബി.ജെ.പിക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഒരു രാഷ്ട്രീയ അന്ത്യത്തിന്റെ തുടക്കമായിരിക്കുമെന്ന ശക്തമായ സന്ദേശമാണ് ഈ ജനവിധികൾ നൽകുന്നത്.